സോ എനിക്ക് പുതിയ പ്ലഗിൻ അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ റാങ്ക് മാത്ത് സെർച്ച് ചെയ്യാം. ഇൻസ്റ്റാൾ. Activate. സോ ഫാസ്റ്റ് ആയിട്ടൊന്ന് സെറ്റപ്പ് ചെയ്യാം. ലോഗിൻ. Okay, activate now. സെറ്റപ്പ് വിസാർഡിനകത്ത് നമ്മൾ അഡ്വാൻസ് സെക്ഷൻസ് എടുത്തിട്ട് നെക്സ്റ്റ് ഒന്നും ചെയ്യാനില്ല. സോ അതുകൊണ്ട് ജസ്റ്റ് ഐ ഡോണ്ട് വാണ്ട് ഇമ്പോർട്ട്. സോ ഇറ്റ്സ് എ സ്മോൾ ബിസിനസ് സൈറ്റ്, ഓർഗനൈസേഷൻ, വെബ്സൈറ്റ് ആൾട്ടർനേറ്റീവ് നെയിം സെയിം, നെയിം, ലോഗോ, എവറിത്തിങ് ഇസ് ഓക്കെ. ലെറ്റ്സ് കണ്ടിന്യൂ. ഗൂഗിൾ സർവീസസ് തിങ്ക് ഞാൻ ഇന്ന് ചെയ്തിട്ടില്ല. ലെറ്റ്സ് സീ done or not. Let's give full access. Continue. ചെയ്തിട്ടുണ്ട്, അത് തന്നെയാണ്. സോ ഞാനത് സെലക്ട് ചെയ്ത് ആഡ്സെൻസ് വേണ്ട, ഇമെയിൽ റിപ്പോർട്ടിംഗ് ഓക്കെ, സേവ്. സൈറ്റ് മാപ്പ്, ഇമേജ് ഇൻഡെക്സ് ചെയ്യേണ്ട, ലാൻഡിംഗ് പേജ് ഇൻഡെക്സ് ചെയ്യേണ്ട, കാറ്റഗറീസ് ഇൻഡെക്സ് ചെയ്യേണ്ട. കണ്ടിന്യൂ. നോ ഇൻഡെക്സ് കാറ്റഗറി, ന്യൂ ടാബ്, എക്സ്റ്റേണൽ ടാബ് ഓക്കെ. അഡ്വാൻസ്, ഇത് ഓട്ടോ അപ്ഡേറ്റ് ആണ്, സോ അത് ഓൺ ചെയ്ത് വെക്കുക. എനിക്ക് റോൾസ് മാനേജറിൻ്റെ ആവശ്യമില്ല, സോ ഐ എം ജസ്റ്റ് മൂവിങ് ടു നെക്സ്റ്റ്. 404 മോണിറ്ററിങ് ചെയ്യണം, റീഡയറക്ഷൻ ഓൺ ചെയ്ത് വെക്കണം. സ്കീമ ടൈപ്പ്, ആർട്ടിക്കലിന് ബ്ലോഗ് പോസ്റ്റ് ഓക്കെ. ഇത് പോസ്റ്റിന് വേണ്ടിയാണ്. പേജസിന് ആർട്ടിക്കൽ. ലാൻഡിംഗ് പേജിന് ഞാനൊന്നും സ്കീമ സെറ്റ് ചെയ്യുന്നില്ല. ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ്. സോ ദാറ്റ് ഇസ് ലൈക്ക് നമ്മുടെ സെക്ഷൻസ് സെറ്റായി. അതിൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനിയിപ്പോൾ എനിക്ക് ഇത് ഇപ്പം ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ, നെക്സ്റ്റ് ഐ നീഡ് ടു ക്രിയേറ്റ് പേജസ്. സോ ഒബ്വിയസ്ലി യു ഗൈസ് ആർ ക്രിയേറ്റിംഗ് സിംഗിൾ പേജസ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇപ്പോൾ ഹോം പേജിനകത്തോട് ഞാൻ വരുവാണെങ്കിൽ എനിക്ക് ഹോം പേജാണ് ഓപ്റ്റിമൈസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് ഈ ഒരു സെക്ഷനിലേക്ക് വരാം. ഓൺ പേജ് ചെയ്യാൻ വേണ്ടിയുള്ള സെക്ഷൻ. ഇത് ബേസിക്കലി നമ്മുടെ ടൈറ്റിൽ, URL, ഡിസ്ക്രിപ്ഷൻ, ഈ 3 സെക്ഷൻസ് ഓപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. സോ ഡീറ്റെയിൽഡ് SEO ക്രോം എക്സ്റ്റൻഷൻ, ഇത് ഞാൻ ആഡ് ടു ക്രോം ചെയ്യാൻ പോകാം. ആഡ് എക്സ്റ്റൻഷൻ, ഇതിൻ്റെ ഒരു അൾട്ടർനേറ്റീവ് ആണ് മെട്ട. രണ്ടിലും ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മെട്ട, SEO മെട്ട, വൺ ക്ലിക്ക്, ഇതിൻ്റെ ഒരു അൾട്ടർനേറ്റീവ് ആണ്. ഐ പേഴ്സണലി പ്രിഫർ ഡീറ്റെയിൽഡ്. സോ SEO മെട്ട, വൺ ക്ലിക്ക്, രണ്ടാമത്തെ സെക്ഷൻ. ബേസിക്കലി നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡ് അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഓൾറെഡി ഇൻസ്റ്റാൾഡ്. ഡീറ്റെയിൽഡ് പിൻ ചെയ്യാം. സോ ഇത് താങ്ക് യു പേജാണ്. സോ ഞാനിവിടെ വന്നിട്ട് നമ്മുടെ ഈ വെബ്സൈറ്റ്, ഈ ബ്ലോഗ് ആയിരുന്നു നമ്മൾ തുറന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് അടിക്കാം. റിഫ്രഷ് അടിച്ചിട്ട് ഞാൻ ആ ഡീറ്റെയിൽഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ ഡീറ്റെയിൽഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ടൈറ്റിൽ കൊടുത്തേക്കുന്ന എന്താണ്, മെറ്റാ ടൈറ്റിൽ കൊടുത്തേക്കുന്ന എന്താണ്. ഇതാണ് മെറ്റാ ടൈറ്റിൽ കൊടുക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ മെറ്റാ ടൈറ്റിൽ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ URL. ഓക്കെ, ആൻഡ് കാനോനിക്കൽ നമ്മൾ പിന്നെ വീണ്ടും പഠിക്കും. ദെൻ ഹെഡിങ്ങിനകത്ത് വരുവാണെങ്കിൽ H1 കൊടുത്തേക്കുന്ന ഏതാണ്. സോ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും H1ഉം മെറ്റാ ടൈറ്റിലും സെയിം ആണ് അല്ലേ. H1ഉം മെറ്റാ ടൈറ്റിലും സെയിം ആണ്. ഒന്ന് വായിച്ചു നോക്കിയോ. ടോപ്പ് 10 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ ഇന്ത്യ 20 ഹൗ ടു ഫൈൻഡ് ദ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഇൻ യുവർ ബ്രാൻഡ്. ഓവർവ്യൂവിനകത്ത് വന്നിട്ട് അവിടെയും സെയിം സാധനം തന്നെയാണ്.
ഇവിടെയും സെയിം സാധനം തന്നെയാണ്. ആകെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, മെറ്റാ ടൈറ്റിലിനകത്ത് എന്താണ് ബ്രാൻഡ് മെൻഷൻസ് ഉണ്ട്, വേറെ സെയിം സാധനമാണ്. സോ ബേസിക്കലി മെറ്റാ ടൈറ്റിൽ ഇവർ രണ്ടും സെയിം തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബട്ട് നമ്മൾ പഠിക്കും ഓരോ സാധനം ഡിഫറെൻറ്റ് ടാർഗറ്റ് ചെയ്യാൻ. സോ എനിക്ക് കാണിക്കേണ്ട എന്തായിരുന്നെന്ന് പറഞ്ഞാൽ ഗൂഗിളിനകത്ത് വരുന്ന SERPനകത്ത് വരുന്ന സാധനങ്ങൾ ഏതാണ് അതാണ് ഞാനിവിടെ കാണിച്ചത്. ഓക്കെ, സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ഇനി മെറ്റാ ടൈറ്റിലിന് ചെറിയൊരു കണ്ടീഷൻസ് ഉണ്ട്. ഇത് 50 to 60 ക്യാരക്ടേഴ്സേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഞാനിവിടെ മെറ്റ എന്തെങ്കിലും കൂടുതൽ എഴുതുവാണെങ്കിൽ, കണ്ടോ ഇവിടെ 60 ക്യാരക്ടേഴ്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ എന്തെങ്കിലും എഴുതുവാണെങ്കിൽ Ayurgreen is the best Ayurvedic clinic in Kerala for all kind of treatment. കണ്ടോ റെഡ് ആയത് കണ്ടോ? സോ 50 to 60 ക്യാരക്ടർ വരെ ആണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത്. ഈ 50 to 60 ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ സ്പേസ് കണ്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടൈറ്റിൽ നോക്കിയാൽ ഇതിൻ്റെ ടൈറ്റിൽ വലിയതാണല്ലോ, ആകെ ഇത്രയല്ലേ വന്നിട്ടുള്ളൂ. ഈ പിക്സലാണ്, എത്ര ഏരിയ ആണ് ഗൂഗിൾ അലൗഡ് ടു റിപ്രസെൻറ്റ് ദി മെറ്റാ ടൈപ്പ്. ഇത് ഒരുപാട് എഴുതിയാലും കാര്യമില്ല, ഒരു ലിമിറ്റഡ് സെക്ഷനകത്ത് മാത്രമേ വരത്തുള്ളൂ. ലൈക്ക് നമുക്ക് ഈ സൈറ്റ് നോക്കാം, അടുത്ത സൈഡ് ഇതിൻ്റെ ഒരു കുറച്ചും കൂടെ എനിക്ക് വലിയതായിട്ട് തോന്നുന്നുണ്ട്. സോ നമുക്ക് കണ്ടോ ഇതിൻ്റെ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി പ്രൊജക്ട് അറൗണ്ട് ദ വേൾഡ്, ഇതിൻ്റെ H1 ആണ്. ഇത് കണ്ടന്റിന്റെ ഉള്ളിൽ കാണുന്ന സാധനം എപ്പോഴും H1 ആയിരിക്കും. നമുക്ക് മെറ്റാ ടൈറ്റിൽ എന്താണെന്ന് നോക്കാം, 30 ബെസ്റ്റ്. കണ്ടോ മെറ്റാ ടൈറ്റിലും H1ഉം രണ്ടും വ്യത്യാസം. ക്ലിയർ ആയില്ലേ? ദെൻ 50 to 60 ക്യാരക്ടർ ആവണം. അത് കൂടാതെ നമ്മുടെ കീവേഡ് ഇല്ലേ, പ്രൈമറി കീവേഡ് ഇല്ലേ, നമ്മൾ എന്ത് കീവേഡ് വേണ്ടിയാണ് റാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ കീവേഡ് എപ്പോഴും സ്റ്റാർട്ടിങ്ങിനകത്ത് തന്നെ വരണം. ലൈക്ക് ഇപ്പൊ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അനാലിസ്റ്റ് ഇൻ കാലിക്കറ്റ് ആണ് റാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ കീവേഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അനാലിസ്റ്റ് ഇൻ കാലിക്കറ്റ് വരണം. 2 കീവേഡ്സ് ഉണ്ടെങ്കിൽ ഹൈഫൻ ഇട്ടിട്ടോ പൈപ്പ് ഇട്ടിട്ടോ 2 കീവേഡ്സ്. ഓക്കെ, അത് പിന്നെ നമുക്ക് പഠിക്കാം. സോ ബേസിക്കലി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അനാലിസ്റ്റ് ഇൻ കാലിക്കറ്റ് പറഞ്ഞിട്ട് ടൈറ്റിൽ എഴുതും. ക്ലിയർ? ഇവിടെ വരെ ക്ലിയർ ആയോ എല്ലാവർക്കും? സോ 50 to 60 ക്യാരക്ടർ ആവണം. SERP പിന്നെ കീവേഡ് ഇനീഷ്യൽ സ്റ്റേജിനകത്ത് തന്നെ കീവേഡ് വേണം മെറ്റാ ടൈപ്പ്. ഓക്കെ, ദെൻ ടൈറ്റിലിന്റെ താഴെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ഇതിന്റെ താഴെ വരുന്ന സാധനമാണ് ഈ സാധനം, ഈ ഡിസ്ക്രിപ്ഷൻ. ഈ ഡിസ്ക്രിപ്ഷൻ 150 to 160 ക്യാരക്ടർ വരെ നിങ്ങൾക്ക് എഴുതാം. 150 to 160 ക്യാരക്ടർ എഴുതാം. സോ ഓൺലി തിങ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ട മെറ്റാ ഡിസ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്ത്, അതിപ്പോ 3 കിങ്ങിന്റെ പുറത്തുള്ളതാണ്. എന്തിനാണ് പുറത്തുള്ള ഞാൻ നിങ്ങൾക്ക് പറയാം. മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആണ് എഴുതേണ്ടത്. മെറ്റാ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് 150 to 160 ക്യാരക്ടർ വരെയാണ് എഴുതേണ്ടത്. ഓൺലി മേക്ക് ഷുവർ ദാറ്റ് ആ കീവേഡ് ഇതിനകത്ത് ഉണ്ടാവണം. ഓക്കെ, ബേസിക്കലി ഇപ്പൊ നിങ്ങൾ ഗൂഗിളിനകത്ത് പോയിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആൾക്കാര് ചിലപ്പോൾ ഇത് മാത്രം നോക്കിയിട്ട് കൺവിൻസ് ആവില്ല ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യാൻ. സോ താഴെ കണ്ട ഇത് വായിക്കുന്ന ഇതാണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ. ക്ലിയർ? എന്താ ടൈറ്റിൽ, എന്താ ഡിസ്ക്രിപ്ഷൻ, ക്ലിയർ ആയില്ലേ?